ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ഓഗസ്റ്റ് 28 വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ. വിശുദ്ധ ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ എന്നാണ് സഭയുടെ എക്കാലത്തെയും ഏറ്റവും ശക്തരായ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരാളായ അഗസ്തീനോസിനെ സഭ വിളിക്കുന്നത്. ഹിപ്പോ എന്ന രൂപതയുടെ മെത്രാനായ വിശുദ്ധ അഗസ്റ്റിൻ. നമ്മൾ എപ്പോഴും പരാമർശം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അഗസ്റ്റിനും അക്വീനോസും. ഈ രണ്ട് ശക്തരായ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്ര പഠനങ്ങൾ മാത്രമേ ഉള്ളൂ അർത്ഥത്തിൽ തിരുസഭയിൽ. അവര് എഴുതിയതും അവരുടെ ചിന്തകളും അവർ പങ്കുവച്ചതും അവരുടെ പ്രസംഗങ്ങളും ഈ പറയുന്ന രണ്ട് വിശുദ്ധന്മാരുടെ ദൈവശാസ്ത്രം എന്താണോ അതിന് മേൽ പടുതുയർത്തപ്പെട്ടതാണ് പിന്നീട് ബാക്കിയെല്ലാം. അല്ലെങ്കിൽ അവർക്ക് മുമ്പ് ജീവിച്ച ദൈവശാസ്ത്രജ്ഞന്മാരും എല്ലാം അതിൻ്റെ എല്ലാം ഒരു കൾമിനേഷൻ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ഒരു ഉച്ചസ്ഥായിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ വിശുദ്ധരാണ്. അഗസ്റ്റിൻ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ആചരിച്ചു. തൊട്ടടുത്ത ദിവസം അഗസ്തീനോസിന്റെ തിരുനാൾ ആചരിക്കുകയാണ് 27-28 ദിവസങ്ങളായിട്ട്. കണ്ണീരിന്റെ പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വളരെ കുത്തഴിഞ്ഞ പാപത്തിന്റെ അഴുക്കുചാലിൽ നിന്നും നീന്തിക്കേറി വന്ന ഒരു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. അതിന്റെ കൺഫെഷൻസ് എന്ന് പറയപ്പെടുന്ന ആത്മകഥ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. താനും നമ്മൾ പല ആവർത്തി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ വളരെ വൈകി ദൈവത്തെ അറിയുകയും അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയും ചെയ്യുന്ന വളരെ സുന്ദരമായിട്ടൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അത്രമേൽ പുരാതനവും എന്നാൽ എന്നും നൂതനവുമായ സൗന്ദര്യമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുവാൻ എത്ര വൈകിപ്പോയി. ഞാൻ അങ്ങയെ സ്നേഹിക്കാൻ ഏറെ വൈകിപ്പോയി. അവിടുന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഞാനോ പുറത്തുമായിരുന്നു. ഞാൻ അങ്ങയെ അവിടെയൊക്കെ തിരഞ്ഞു നടന്നു. അവിടുന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഞാനോ അങ്ങയോടൊപ്പം ആയിരുന്നില്ല. അവിടുന്ന് എന്നെ വിളിച്ചു, ഉറക്കെ വിളിച്ചു. എൻ്റെ ബധിരതയെ അവിടുന്ന് തകർത്തു കളഞ്ഞു. അവിടുന്ന് മിന്നിത്തിളങ്ങി എൻ്റെ അന്ധതയെ അവിടുന്ന് അകറ്റി. അവിടുത്തെ സുഗന്ധം എന്നിലേക്ക് ശ്വസിപ്പിച്ചു. ഇപ്പോൾ ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഞാൻ അങ്ങയെ രുചിച്ചറിഞ്ഞു. ഇപ്പോൾ ഞാൻ അങ്ങേയ്ക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സ്പർശിച്ചു. അങ്ങയുടെ സമാധാനത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഇത് അദ്ദേഹത്തിന്റെ മനോഹരമായൊരു പ്രാർത്ഥന പോലെ എഴുതിയിരിക്കുന്നതാണ്. ലേറ്റ് ഹാവ് ഐ ലവ്ഡ് യു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ലേറ്റ് ഹാവ് ഐ ലവ്ഡ് യു, അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ എത്രയോ വൈകിപ്പോയി. ഏറ്റവും നൂതനവും ഏറ്റവും പുതിയതും എന്നാൽ ഏറ്റവും പഴയതുമായ പുരാതനവുമായ സൗന്ദര്യമേ, നിത്യ സനാതന സൗന്ദര്യമേ എന്നാണ് മലയാളത്തിലെ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ. നിത്യ സനാതന സൗന്ദര്യമേ, നിന്നെ സ്നേഹിക്കുവാൻ ഞാൻ എത്രയോ വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ വാക്യം കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഈശോയോടുള്ള വലിയ സ്നേഹം. നമ്മൾ ഇന്നത്തെ വായന ഭാഗങ്ങളും ശ്രദ്ധിക്കണം. ഇന്നത്തെ വായന ഭാഗം 1 കൊറിന്തോസ് 1-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പൗലോസ്ലിഹായുടെ വാക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്നെ അയച്ചിരിക്കുന്നത് സ്നാനം നൽകാനല്ല, ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ജീവിതം കൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വാഗ്വിലാസത്തോടെ അല്ല. ആയിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. നാശത്തിലൂടെ ചരിക്കുന്നവർ കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തി അത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? തർക്കിക്കുന്നവൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയിരിക്കുന്നുവല്ലോ. ഇത് യഥാർത്ഥത്തിൽ അഗസ്തീനോസിനെ കുറിച്ച് എഴുതിയ പോലെന്നുള്ള വാക്യങ്ങളാണ്. പൗലോസ്ലിഹായുടെ അനുഭവങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. പൗലോസ്ലിഹായുടെ ജീവിതവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഗമാലിയയിൽ നിന്നും നിയമം പഠിച്ച അതിശ്രേഷ്ഠനായ നിയമപണ്ഡിതനാണ് ഗമാലിയിൽ നിന്ന് നിയമമൊക്കെ പഠിച്ചു വന്നിരിക്കുന്ന പൗലോസ്ലിഹാ പിന്നീട് പറയുക ഇതെല്ലാം ബേസ്ഡ് ആണ്. സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് ബേസിക് തിയോളജി എന്ന് പറയപ്പെടുന്നത്. അത് തിരിച്ചറിയുക എന്ന് പറഞ്ഞ പോലെ അഗസ്തീനോസിനും ഈ വചനഭാഗങ്ങൾ അതേപടി ആപ്ലിക്കബിൾ ആണ്. കാരണം അഗസ്തീനോസ് ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, അഗസ്തീനോസ് ഇങ്ങനെ പഠിക്കാത്ത തത്വശാസ്ത്രമില്ല. എല്ലായിടത്തും ആ തർക്കശാസ്ത്രത്തിൽ നൈപുണ്യം നേടിയിട്ട് തർക്കിക്കുകയാണ്. എല്ലാവരോടും തർക്കിച്ച് ജയിക്കുന്നു. അങ്ങനെ തർക്കശാസ്ത്രത്തിലും പ്രഭാഷണ കലയിലുമൊക്കെ അഗ്രഗണ്യനായി നിൽക്കുന്ന അഗസ്റ്റിൻ പിന്നീട് തിരിച്ചറിയുകയാണ് ഇതൊക്കെ വ്യർത്ഥമാണ്. ഈ ജ്ഞാനം
ഈ പറയപ്പെടുന്ന വിജ്ഞാനമൊക്കെ വെറുതെയാണ്. ഒരു പരമമായ ജ്ഞാനമുണ്ട്, സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് എനിക്കിപ്പോൾ പിടികിട്ടിയിരിക്കുന്നു എന്ന രീതിയിലാണ് അഗസ്റ്റിനോസ് തിരിയുന്നത്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്തിൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്താൽ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതികൾക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാവം മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് ദൈവശാസ്ത്രം. അപ്പോൾ അതൊരു സ്നേഹശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ. ആ സ്നേഹശാസ്ത്രം എന്ന ദൈവശാസ്ത്രമാണ് അഗസ്റ്റിൻ പ്രഘോഷിക്കുന്നത്. അപ്പോൾ ഇനി സുവിശേഷ മാത്രയ്ക്ക് വരുമ്പോൾ ആ വിവേകവതികളായ കന്യകമാരുടെ എണ്ണ കൂടിയെടുത്ത കന്യകമാരുടെ കഥയാണ് നമ്മൾ വായിക്കുന്നത്. ഈശോ പറഞ്ഞ കഥ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്തായിട്ട് പറയുന്ന കഥയാണ്. വിവേകവതികളായ കന്യകമാർ വിളക്കിനൊപ്പം എണ്ണ കൂടിയെടുത്തു. ആ എണ്ണ വറ്റിപ്പാത്ത സ്നേഹത്തിന് പ്രതീകം തന്നെ. ആ എണ്ണ കൂടി എടുത്തവരുടെ വിളക്ക് അണഞ്ഞു പോകുന്നില്ലെന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ഈ വിളക്ക് തെളിച്ച് മണവാളൻ വരുമ്പോൾ ഉണർന്നിരുന്ന് മണവാളനൊപ്പം അകത്ത് കയറുക എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ അഗസ്തീനോസിന് മാനസാന്തരമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, എടുത്ത് വായിക്കുക. ആ ഉറക്കമില്ലാതെ അഗസ്തീനോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എടുത്ത് വായിക്കാന്നൊരു സ്വരം കേൾക്കുന്നു. മുൻപിലിരിക്കുന്ന ബൈബിൾ എടുത്ത് വായിക്കുന്നു. റോമ 13:13 ഈ റോമ 13:13 പറയുന്ന വാക്യങ്ങളാണ് അപ്പൊ അഗസ്തീനോസ് കാണുന്നത്. പകലിന് യോജിച്ചവർ നമുക്ക് പെരുമാറാം. സുഖലോലുപതയും മദ്യാസക്തിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവാൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവാൻ. ഈ 13:13 ഒരു ഉണർന്നെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആ 13:12 വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഭാഗം. അഗസ്തീനോസ് ഒരു തിരിച്ചറിവിലേക്ക് ഉണർന്നെഴുന്നേൽക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അഗസ്തീനോസിന്റെ മനോഹരമായ വാക്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഹൗ ലേറ്റ് ഹാവ് ഐ ലവ്ഡ് യു എന്ന് പറയുന്ന വാക്യം പോലെ തന്നെ മനോഹരമായ മറ്റു വാക്യമാണ്: ദൈവമേ, അങ്ങയിൽ വിലയം പ്രാപിക്കുന്നവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. കൺഫെഷൻസിൽ അദ്ദേഹം കുറിച്ചിട്ട് വരികളാണ്: അങ്ങയിൽ വിലയം പ്രാപിക്കുന്നവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ഇതൊരു അഗസ്തീനോസിന്റെ തിരിച്ചറിവാണിത്. അഗസ്തീനോസ് ആ പരമമായ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ സ്നേഹത്തിൽ വിലയം പ്രാപിക്കുന്നവരെ അസ്വസ്ഥമായിരിക്കും എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമുക്ക് അഗസ്റ്റിൻ എന്ന് പറയപ്പെടുന്ന ഒരു പുണ്യവാന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ആവശ്യമില്ലെന്നല്ല, എല്ലാം അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. ബൈബിൾ പഠിക്കുക, സഭയുടെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക, സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കുക, പാപ്പാമാർ പഠിപ്പിച്ച കാര്യങ്ങൾ, വിശുദ്ധന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കുക, ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഈ പഠനങ്ങൾ എപ്പോഴും സ്നേഹത്തിലേക്ക് നയിക്കുന്നതാവണം. ഈ പഠനം, ഞാൻ പഠിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയാണ്, ഞാൻ സ്നേഹിക്കുമ്പോൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ വാക്യം അക്വിനോസിന്റെ പേരിൽ അറിയപ്പെടുന്ന വാക്യമാണത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വളരാനായിട്ടാണ് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്, അഗസ്റ്റിനിലൂടെ ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത, അഗസ്റ്റിനെ കുറെ കൂടി ഗൗരവമായിട്ട് ചിന്തിക്കാനായിട്ടുള്ളൊരു പ്രത്യേകത, നമ്മളുടെ ഇപ്പോഴത്തെ പാപ്പ ലിയോ 14 പാപ്പ ഒരു അഗസ്റ്റീനിയൻ സഭാ അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വലിയ സ്നേഹത്തോടുകൂടി അഗസ്റ്റീനിയൻ എംബ്ലവും അദ്ദേഹത്തിന്റെ കോട്ട് ഓഫ് ഫാംസിൽ വരുന്ന വാക്യങ്ങളും ഒക്കെ അഗസ്റ്റീനിയൻ ചൈതന്യം ഉൾക്കൊള്ളുന്ന വാക്യങ്ങളും ലിഖിതങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഗസ്റ്റിൻ പറഞ്ഞ ഒരു വാക്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. അഗസ്റ്റിൻ പറഞ്ഞൊരു വാക്യം ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയാണ്. നമ്മളിങ്ങനെ ഡിഫൻഡേഴ്സ് ഓഫ് ഫെയ്ത്ത് ആയിട്ട് മാറുന്നുണ്ട്, എപ്പോഴും വിശ്വാസത്തിന്റെ കാവൽക്കാരായിട്ടൊക്കെ മാറുന്നുണ്ട്. നല്ല കാര്യം, വിശ്വാസത്തിന്റെ കാവൽക്കാരായി ജീവിക്കേണ്ടവരാണ് ഓരോ വിശ്വാസിയും. പക്ഷെ ക്രിസ്തുവിനെ നമ്മൾ സംരക്ഷിക്കുക, നമ്മളാണ് ക്രിസ്തുവിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് എന്നൊക്കെ രീതിയിലാണ് ചിലർ സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ക്രിസ്തുവും സഭയും ഒക്കെ നിലകൊള്ളുന്നത്. നമ്മളത് വിട്ടുകളഞ്ഞാൽ ക്രിസ്തുവും സഭയും ഒക്കെ ഇല്ലാതാകും എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അഗസ്തീനോസ് പറയുന്നൊരു സുന്ദരമായ വാക്യമുണ്ട്: സത്യം ഒരു സിംഹത്തെ പോലെയാണ്, അതിനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല, അതിനെ തുറന്നു വിടുക, അത് സ്വയം സംരക്ഷിച്ചുകൊള്ളും. അദ്ദേഹത്തിന്റെ ആപ്തവാക്യമായിട്ടൊക്കെ പറഞ്ഞിരുന്ന വാക്യമായത്.
അഗസ്തീനോസിന്റെ ആപ്തവാക്യമായിട്ടൊക്കെ അദ്ദേഹം ഉപയോഗിച്ച വാക്യം, ദൈവകൃപയോ സത്യത്തെ സംബന്ധിക്കുന്ന വാക്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സത്യം ഒരു സിംഹത്തെ പോലെയാണ്, അതിനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല, അതിനെ തുറന്നു വിടുക, അത് സ്വയം സംരക്ഷിച്ചുകൊള്ളും എന്ന് പറയുന്നൊരു വാക്യം. അത് കുറച്ചൊന്ന് സീരിയസ് ആയിട്ടൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് ഏർപ്പെടുന്നുണ്ട്. മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി, വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അതിനെ ക്രിസ്തുവിനെ സംരക്ഷിക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യം, ക്രിസ്തു നമ്മളെ സംരക്ഷിക്കേണ്ടത്. സത്യമാകുന്ന ക്രിസ്തുവിനെ നമ്മൾ തുറന്നു വിടുക, അത് അവനെ തന്നെ സംരക്ഷിക്കും എന്ന് പറയുന്നൊരു വാക്യം നമ്മൾ മനസ്സിലൊന്ന് സൂക്ഷിക്കുന്നത് ഈ ഒരു കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് ഉചിതമാണെന്ന് തോന്നുന്നു. അഗസ്തീനോസിന്റെ ആ ഒരു സ്നേഹ ചൈതന്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ലിയോ 14 പാപ്പായുടെ ഈ കോട്ട് ഓഫ് ആംസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതൊരു കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്നത് അതിനകത്തൊരു ഹൃദയമാണ്, ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഹൃദയമുണ്ട്. അത് ക്ലിയർ അതിലിങ്ങനെ ഹൃദയമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ജ്വലിച്ചു നിൽക്കുന്നൊരു ഹൃദയമുണ്ട്, പുസ്തകത്തിന് മുകളിൽ ജ്വലിച്ചിരിക്കുന്ന ഹൃദയം. ഇത് അഗസ്തീനോസിന്റെ ആ തീക്ഷ്ണമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഇതിനുള്ളിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. അഗസ്തീനോസിന്റെ ഈ വ്യാഖ്യാനങ്ങളിൽ 127 സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതുന്നൊരു വാക്യമുണ്ട്. ഇൻ ഇല്ലോ യൂണും ഊണും എന്ന് പറയുന്നൊരു വാക്യം. ഇതാണ് നമ്മളിങ്ങനെ ഈ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. ഒരു സ്ട്രിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഇൻ ഇല്ലോ ഊണോ ഊണും എന്നാണ്. അതായത് ഇൻ ദ വൺ വി ആർ വൺ, ഇൻ ദ വൺ വി ആർ വൺ. ഇൻ ദ വൺ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ്, ത്രിത്വത്തിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ ത്രിത്വത്തിൽ നമ്മൾ ഒന്നാണ്, വി ആർ വൺ. ഇൻ ദ വൺ വി ആർ വൺ. ഇത് ലിയോ 14 പാപ്പ എടുത്തിരിക്കുന്നത് അഗസ്റ്റിന്റെ പഠനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു നിസ്സാര കാര്യമല്ല. സഭയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പ തൻ്റെ ആപ്തവാക്യം ഉൾപ്പെടെ തന്നെ നയിക്കുന്ന ആത്മീയതയും പഠനങ്ങളും ചിന്തകളും എല്ലാം സ്വരുക്കൂട്ടുന്നത് താൻ അംഗമായിരിക്കുന്ന സന്യാസ സഭയായ അഗസ്തീനിയൻ സന്യാസ സഭയിൽ നിന്നുമാണ്. അത് അഗസ്റ്റിനിൽ നിന്നുമാണ്. അപ്പം അത് കൂടി വ്യക്തമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ കുറച്ചു കാലം മുമ്പ് ഇഗ്നേഷ്യസ് ലിയോൺ തുടങ്ങി വെച്ച ഫ്രാൻസിസ് സേവ്യർ അംഗമായിരുന്ന ജസ്യൂട്ട് സഭയിൽ അംഗമായ ഫ്രാൻസിസ് പാപ്പായാൽ നയിക്കപ്പെട്ടിരുന്ന സഭയായിരുന്നു. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ നമ്മളത് ചരിത്രത്തിൽ കാണുന്നുണ്ട് താനും. എന്നാൽ അത് കഴിഞ്ഞു വന്നിരിക്കുന്ന ലിയോ 14 പാപ്പ സഭയെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാപ്പായുടെ ചിന്തകൾ, പാപ്പായുടെ സ്പിരിച്വാലിറ്റി, ആത്മീയത അഗസ്റ്റിന്റെ ആത്മീയതയാണ്. ഇപ്പം നമ്മൾ ഈ ലോകത്തിലെ കത്തോലിക്ക വിശ്വാസികൾ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്പിരിച്വാലിറ്റിയിൽ അഗസ്റ്റിനുണ്ട്. അപ്പോൾ ഈ അഗസ്റ്റിന്റെ തിരുനാൾ നിസ്സാരമല്ല. നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റി ജീവിക്കാനുള്ളൊരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ആ പരമമായ, അതിപുരാതനവും അതിനൂതനവുമായ സൗന്ദര്യത്തെ സ്നേഹിക്കുവാനുള്ള, ദൈവചൈതന്യത്തെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി അഗസ്റ്റിന്റെ മാധ്യസ്ഥയായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.